മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന അമരക്കാരൻ അഭിനന്ദന ഡോക്ടർ ജോസഫ് മാർ തിരുവന്നാസ് മെത്രാപ്പോലീത്ത തിരുവേനി ഈ പ്രസ്ഥാനത്തെ ഏറെ സജീവമായി മുന്നോട്ട് നയിക്കുന്ന ആദരണീയനായ ഡയറക്ടർ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, സ്നേഹമുള്ള വർഗീസ് അച്ഛൻ, വേദിയിലുള്ള ആദരണീയനായ OBVSൻ്റെ ഡയറക്ടറും എൻ്റെ സഹപാഠിയുമായിരിക്കുന്ന ടൈറ്റസ് ജോണച്ചൻ, ഈ പ്രസ്ഥാനത്തിൻ്റെ ട്രഷററായിരിക്കുന്ന ആദരണീയനായ CK ജേക്കബ് സാറ്, ഏറെ സ്നേഹമുള്ള പ്രിയമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഡോക്ടർ ചെറിയാൻ സാറ്, സന്തോഷ് സാറ്, വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, ഇന്ന് ഈ വേദിയിൽ ആദരിക്കുന്ന ക്രിസ് വർഗീസ്, എബ്രഹാം, ജോസ്ന ജോയി, ശ്രുതിയാന്യ ജോസഫ്, ക്രിസ്റ്റീന സണ്ണി, ലിനി സീഡി തുടങ്ങിയ യുവ പ്രതിഭകളെ, ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ചുമതല വഹിക്കുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥി കൂടിയായിരിക്കുന്ന ബ്രിജിത്ത് അച്ഛൻ, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും മലങ്കര സഭയുടെ വിവിധ ഭദ്രാസനങ്ങളെ പ്രതിനിധീകരിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠർ, ആദരണീയരായ ഡയറക്ടർമാർ, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർമാർ, സൺഡേ സ്കൂൾ അധ്യാപക പ്രതിനിധികൾ, എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ ആമുഖമായി അറിയിക്കട്ടെ. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ പദവി, ഒരു വലിയ അവസരവുമാണ്. പരിശുദ്ധ ബാബ തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ വജ്രജൂബിലിയുടെ നിറവിലായിരിക്കുന്ന മലങ്കര സഭയുടെ അഭിമാനമാവുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുക എന്നത് ഈ സ്ഥാനത്തേക്ക് ഞാൻ കടന്നു വന്ന് 2 വർഷം പിന്നിടുമ്പോൾ എനിക്ക് ലഭിച്ച അപൂർവ അവസരങ്ങളിൽ ഒന്നാണ്. ഈ വലിയ അവസരത്തിനായി എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വർഗീസ് അച്ഛന് ഞാൻ ഹൃദയാന്തരമായ നന്ദി ആമുഖമായി രേഖപ്പെടുത്തുന്നു. എല്ലാ അർത്ഥത്തിലും മലങ്കര സഭയ്ക്ക് അഭിമാനമാണ് അതിൻ്റെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം. മലങ്കര സഭയിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളുടെയും ചരിത്രത്തിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ആ ദേവാലയ നിർമ്മിതിയിലേക്കും ആ ദേവാലയ നിർമ്മാണത്തിലും ആരംഭ ഘട്ടത്തിൽ ഒരു സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ ഒരു ആരാധക സമൂഹത്തെ നിർമ്മിക്കുന്നതിൽ നൂറ്റാണ്ടുകളായി മലങ്കര സഭയുടെ മക്കളുടെ മനസ്സിൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനം എത്രമാത്രം ആഴത്തിൽ സ്വാധീനം ഉറപ്പിച്ചു എന്നതിൻ്റെ ഏറ്റവും ശക്തമായ ചരിത്രപരമായ ഒരു തെളിവായി നമുക്കത് കണ്ടെത്തുവാൻ കഴിയും. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നതും മാരാമണ്ണെന്ന നവീകരണ ഭൂമിയിൽ നിന്നാണ്. നവീകരണ ഉപദേശങ്ങളാൽ ചിത്രിക്കപ്പെട്ടു പോയ എൻ്റെ മണ്ണിൽ, 10 പേരായി ചുരുങ്ങിപ്പോയ ഞങ്ങളുടെ മണ്ണിൽ പുണ്യശ്ലോകനായ പുത്തങ്ങാവൽ തിരുമേനി 10 പേരെ വിളിച്ചു കൂട്ടി നടത്തിയ വിശ്വാസ പ്രബോധനവും സൺഡേ സ്കൂളും, അതാണ് ഇന്ന് അവിടെ ഒരു ആരാധക സമൂഹത്തിൻ്റെ ആധാരശിലയായി നിലകൊള്ളുക എന്ന് പറയുമ്പോൾ നാം സംസാരിക്കുന്നത് ചെറിയ കാര്യത്തെ പറ്റിയല്ല, നാം സംസാരിക്കുന്നത് ഒരു വലിയ കാര്യത്തെ പറ്റിയാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ചരിത്ര നാൾവഴികൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ അതിലേക്കൊട്ടും പ്രവേശിക്കുന്നില്ല. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ന് ദേശാന്തരങ്ങളിലേക്ക് പടർന്ന് വിവിധ ഭൂഖണ്ഡങ്ങളിലായി യശസ്സോടെ തേജസ്സോടെ പരിലസിക്കുന്നുവെങ്കിൽ അതിനേറെ കടപ്പാടോടുകൂടി മലങ്കര സഭ ഓർത്തെടുക്കേണ്ട പ്രസ്ഥാനം സൺഡേ സ്കൂൾ പ്രസ്ഥാനമാണ്. നിശ്ചയദാർഢ്യത്തോടെ, ദിശാബോധത്തോടെ, നിസ്വാർത്ഥരായി ഒരു തലമുറയെ വിശ്വാസ ബോധനത്തിലും ആരാധന വിജ്ഞാനത്തിലും വളർത്തിയെടുത്ത സൺഡേ സ്കൂൾ പ്രസ്ഥാനം, തീർച്ചയായും ആ പ്രസ്ഥാനത്തിന് മലങ്കര സഭ എന്നും അതിപ്രമുഖമായ സ്ഥാനമാണ് നൽകുക. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമായിട്ടാണ് ഈ കാതോലിക്കറ്റ് അരമന കേന്ദ്രത്തിൽ ഏറെ ശ്രേഷ്ഠതയോട് വിളങ്ങി നിൽക്കുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് കാര്യാലയം. ഈ കോംപ്ലക്സിൽ ഒരു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് കാര്യാലയം സ്വതന്ത്രമായുള്ള ഏക പ്രസ്ഥാനവും സൺഡേ സ്കൂൾ പ്രസ്ഥാനമാണ്. അപ്പോൾ തീർച്ചയായും എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് മലങ്കര സഭ ഈ ശുശ്രൂഷയെ കാണുക എന്നതിൻ്റെ പ്രഥമവും പ്രത്യക്ഷവുമായ ഉദാഹരണമാണ്. തീർച്ചയായും മലങ്കര സഭയിലെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ പറ്റി എനിക്ക് അഭിമാനമുണ്ട്. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ, കാലത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ
ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് എക്കാലവും കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെക്കാൾ ഏറെ വളർന്നു എന്ന് അവകാശപ്പെട്ട ഇതര ക്രൈസ്തവ മത സംവിധാനങ്ങളുടെ നടുവിൽ ഒത്തിരി സാധ്യതകളെ എപ്പോഴും പ്രയോജനപ്പെടുത്തുക എന്ന് നാം പലപ്പോഴും ചിന്തിക്കുകയും പലപ്പോഴും ഒക്കെ പറയുകയും ചെയ്യുന്ന സാധ്യതകളെ നടുവിൽ ഒരു ഗ്ലോബൽ സൺഡേ സ്കൂളിനെ പറ്റി ദർശനം കാണാൻ കഴിഞ്ഞത് എൻ്റെ സഭയ്ക്കാണ് എന്നത് എനിക്കേറെ അഭിമാനത്തോടാണ് ഓർക്കുവാനുള്ളത്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിഞ്ഞതും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഔപചാരിക ഘടനകളിൽ ഇന്നത്തെ പ്രത്യേകമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഫിസിക്കലായി എത്തിച്ചേരുവാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ കൂട്ടിച്ചേർത്ത് അവർക്കും മതബോധനം നൽകുവാനുള്ള പരിശ്രമങ്ങളുമൊക്കെ ഈ നാളുകളിൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനം നടത്തിയ അതിധീരമായ ചുവടുവെപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ പറ്റി നമുക്കേറെ അഭിമാനത്തോടാണ് എപ്പോഴും ഓർക്കുവാനായിട്ടുള്ളത്. ഈ അഭിമാനത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ മതവിദ്യാഭ്യാസങ്ങളും ഇന്ന് നേരിടുന്ന ചില പ്രതിസന്ധികളിലൂടെ നാം പ്രതിസന്ധികളെ കൂടെ നാം പരിചയപ്പെട്ട് വസ്തുതകൾ വിലയിരുത്തേണ്ടതുണ്ട്. മതപഠനം ഒരു പുതിയ വഴിത്തിരിവിൽ എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. മതപഠനം പല സമുദായങ്ങളുടെ നടുവിൽ തീവ്രമാകുകയും ആ തീവ്രമാകുന്ന മതപഠനങ്ങളുടെ ദുരിതാവസ്ഥകൾ നാം അനുഭവിക്കുകയും കോളേജ് ക്യാമ്പസുകൾ പലപ്പോഴും നിസ്കാര മുറികളുടെ തർക്കങ്ങളിൽ എത്തി നിൽക്കുകയും അത് കേരളീയ സമൂഹത്തിന്റെ മതസാഹോദര്യ സമവാക്യങ്ങളെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ മതപഠനങ്ങൾ, വിശ്വാസ പഠനങ്ങൾ തീർത്തും അവഗണിക്കപ്പെട്ടു പോകുന്നതിന്റെ ദുരവസ്ഥയും നമ്മളിലുണ്ട്. അപ്പൊ ഇവയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഗൗരവമായ പഠനങ്ങളും അന്വേഷണങ്ങളും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമാണ്. അവരനെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു മതപഠനം നമുക്ക് ആവശ്യമില്ല. അവരന്റെ ചോര വീഴ്ത്തി ഈ ലോകത്ത് സംസ്ഥാപിതമാകുന്ന ഒരു മതജീവിതവും നമുക്ക് അനിവാര്യമല്ല. എന്നാൽ അവനവന്റെ വിശ്വാസ ബോധ്യങ്ങളെ പറ്റിയും അവനവന്റെ വിശ്വാസ പാരമ്പര്യങ്ങളെ പറ്റിയും ചരിത്ര അവബോധത്തെ പറ്റിയുമുള്ള തിരിച്ചറിവ് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അത് എത്തിക്കുന്നതിൽ നമുക്ക് ഇന്ന് ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മതവിദ്യാഭ്യാസത്തെ രണ്ട് വലിയ വൈതരണികളുടെ തടവറയിൽ തളച്ചിടുകയാണ്. അതൊന്ന് നമ്മുടെ എക്സ്ക്യൂസസ് ആണ്. നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസിനെ പറ്റി പറയാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പങ്കെടുക്കുക. അത് പറയുന്നതെല്ലാം ന്യായമാണ്. അത് 100% വസ്തുതാപരമായ കാര്യമാണ്. കുട്ടികൾ നാട്ടിലില്ലാത്ത സാഹചര്യം, മാതാപിതാക്കളുടെ താല്പര്യമില്ലായ്മ, വിളിച്ചാൽ വരാത്തതിന്റെ പ്രശ്നം, സൺഡേ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ അഭാവം, ഞങ്ങളെപ്പോലെ കുപ്പായമിട്ടവരുടെ താല്പര്യമില്ലായ്മ, ഞായറാഴ്ച ദിവസം മാത്രം ഒതുങ്ങി നിൽക്കുന്ന മതബോധനം, അത് ഉയർത്തുന്ന കൂതാശപരമായ സാന്നിധ്യം, നഷ്ടപ്പെട്ടു പോകുന്ന ക്ലാസ് ദിനങ്ങളുടെ പശ്ചാത്തലം, അങ്ങനെ ഒരു എക്സ്ക്യൂസസിന്റെ നിരവധി ഭാണ്ഡക്കെട്ടുകൾ തന്നെ നമുക്കിവിടെ തുറന്നിടാനുണ്ടാകും. പക്ഷെ ഈ എക്സ്ക്യൂസസുകളുടെ നടുവിൽ ഒരു എൻറ്ററിങ് എന്നാണ്, എൻറ്റർ പോയിന്റിനെ പറ്റിയാണ് നാം ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നമുക്ക് കടന്നു കയറുവാൻ കഴിയുക എന്നതിനെ പറ്റിയുള്ള ഒരു വലിയ അന്വേഷണമാണ് ഈ കാലഘട്ടത്തിന്റെ നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ സാധ്യതകൾ വിളംബരം ചെയ്യുക എന്നാണ് ബോധ്യം. പലപ്പോഴും പറയും സിലബസുകൾ പരിഷ്കരിക്കണം, സിലബസുകൾ കാലോചിതമാക്കണം. തീർച്ചയായും വേണം. ഞാനൊരു 17 വർഷം വൈദിക സെമിനാരിയിൽ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ചേഞ്ച് എന്ന വിഷയം പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനാണ്. ബ്രിജിത്ത് അച്ഛനൊക്കെ അത് കേട്ട വിദ്യാർത്ഥികളാണ്. അവിടെയൊക്കെ മലങ്കര സഭയുടെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റി വിദ്യാർത്ഥികൾ ഒരു സ്വന്തമായ കരിക്കുലം തയ്യാറാക്കുന്നത് സിലബസിന്റെ ഭാഗമാണ്. അവിടെയൊക്കെ നിരവധി പ്രാവശ്യം നമ്മളിങ്ങനെ ആവർത്തിച്ചിട്ടുള്ള പ്രമേയങ്ങളാണ്. കാലഘട്ടത്തിനനുസരിച്ച് സിലബസ് പരിഷ്കരിക്കുകയും മുന്നേറുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്, തീർച്ചയായിട്ടും. പക്ഷെ അതിലൊക്കെ ഉപരിയായി നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് ഒരു എൻറ്റർ പോയിന്റ്, അതാണ് നിർണായകമെന്നാണ് ഞാൻ വിശ്വസിക്കുക. ഈ ഞാൻ മുമ്പ് സൂചിപ്പിക്കപ്പെട്ട എല്ലാ പരാധീനതകളുടെയും നടുവിൽ അവരിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനുള്ള ആ എൻറ്റർ പോയിന്റ് എന്താണ്? എങ്ങനെയാണ് നാം അവരിലേക്ക് എത്തുവാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പല മതസമുദായങ്ങളും
ഇന്ന് നൽകുന്ന ചില പ്രത്യേകമായ പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയകളെ നമുക്ക് വിമർശനാത്മകമായി നമുക്ക് അവരെ സമീപിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് എത്തുവാൻ ചേരുക? നമ്മളിപ്പോഴും we are still on the dreams of a structured education. വളരെ സ്ട്രക്ചറായ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയെ പറ്റിയുള്ള മനോഹരങ്ങളായ സ്വപ്നങ്ങളാണ് കൊണ്ടു നടക്കുക. ഒരു ക്ലാസ് മുറിയിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ കയ്യിൽ ചില പേപ്പറുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ നിരനിരയായി പ്രസന്റ് സാർ എന്നൊക്കെ പറഞ്ഞ് ഉരുവിട്ട് നിൽക്കുന്ന അച്ചടക്ക ബോധ്യത്തോടെ നിലനിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം. അത് മിനിമം 10 പേരെങ്കിലും ഉണ്ടാകണം. അത് കുറഞ്ഞു പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ഒരാളോട് മതബോധനം ചെയ്യാൻ കഴിയുമോ എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഈ മതബോധനം നിർവഹിക്കാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഇച്ചൂടെ കഴിഞ്ഞാൽ പബ്ലിക് ഇടങ്ങളിൽ വെച്ച് കണ്ടെത്തുന്ന നമ്മുടെ കുട്ടികളോട് ക്രിസ്തുവിനെ പറ്റി പറയാൻ കഴിയുമോ എന്നതാണ് ഈ വർത്തമാന കാലഘട്ടത്തിന്റെ വെല്ലുവിളി. ഞായറാഴ്ച ദിവസം സൺഡേ സ്കൂളിൽ വരുമ്പം പഠിപ്പിച്ചുകൊള്ള എന്ന നമ്മുടെ സ്ട്രക്ചേർഡ് വിദ്യാഭ്യാസത്തിന്റെ വെല്ലുവിളിക്കപ്പുറമായി ക്ലാസ് മുറികളിലേക്കും സ്വകാര്യ കൂട്ടുമുട്ടലുകളിലേക്കും മറ്റ് ചടങ്ങുകളിലൊക്കെ വരുമ്പോൾ നടത്തുന്ന ഒരു മതബോധനത്തിന് പ്രസക്തിയേറുന്ന അത് മറ്റ് പല മതങ്ങളും ഇന്ന് നിർവഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സംവിധാനത്തിന് ക്ലാസ് മുറി, അധ്യാപകൻ, ഹാജർ ബുക്ക്, പിന്നെ വർഗീസ് പറഞ്ഞ പോലെ ഈ കോ-കരിക്കുലർ ആക്ടിവിറ്റി സൺഡേ സ്കൂളിന്റെ ഭാഗമാക്കിയത് എന്തുകൊണ്ടാണ്? നമ്മളെ പോലുള്ള ആളുകൾ ഇവിടെ ചിന്തിച്ചു, വിദ്യാർത്ഥികൾ വരണമെങ്കിൽ ഓണത്തിന് ഓണപരിപാടികൾ നടത്തണം, അല്ലേ? സ്പൂണിൽ കൊണ്ട് നാരങ്ങ ഓടിക്കണം, മുട്ടായി പറക്കണം എന്നൊക്കെ നമ്മൾ കണ്ടെത്തി. നമ്മൾ അതൊക്കെ വന്ന് ഇപ്പൊ ക്രിസ്തു പോയി മുട്ടായി പറക്കൽ മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഇത് നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് നാം ഇതൊക്കെ കൊണ്ടുവന്നത്. വൈദിക സെമിനാരിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഞാൻ വളരെ ശക്തമായി പറയാറുണ്ട്, വൈദിക സെമിനാരിയിൽ സ്പോർട്സ് കോട്ട ഇല്ല എന്ന് എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്. കാരണം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 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 എക്സസൈസ് ആയിക്കൊള്ളട്ടെ എന്ന ധാരണ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിനുവേണ്ടി മാത്രം പഠിക്കുന്നവരുണ്ടായാൽ അത് അപകടമാണ്. എന്ന് പറഞ്ഞതുപോലെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിലും ഈ സംഭവങ്ങൾ കടന്നു വരുമ്പോൾ ഈ ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ട ഒന്നായി, ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒന്നായി, സഭയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒന്നായി, സഭയുടെ ആരാധനയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒന്നായി നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയകൾ മാറണം. അതിനിവിടെ സൂചിപ്പിക്കപ്പെട്ട എല്ലാ മാതൃകളോടൊപ്പം എനിക്കും ഒരു മാതൃകയെ പരിചയപ്പെടുത്താനുണ്ട്. ദ ബോഡി മീഡിയേറ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ദ ബോഡി മീഡിയേറ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ബൗദ്ധികമായ ഇന്റലക്ച്യ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്കും, അത് സൺഡേ സ്കൂളിന് മാത്രമല്ല, ലോകത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയകൾക്കും വർത്തമാനകാല സാഹചര്യത്തിൽ നവമാധ്യമങ്ങളുടെ സംസ്കാരത്തിൽ AI ടെക്നോളജിയിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയും ആകർഷിക്കാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിന്റെ വിദ്യാർത്ഥികളെ ആകർഷിക്കണമെങ്കിൽ ദ ബോഡി മീഡിയേറ്റിംഗ് എഡ്യൂക്കേറ്റിംഗ് സിസ്റ്റം, നാം അന്തർലീനമാവുന്ന, നാം ശരീരങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും സാന്നിധ്യങ്ങൾ കൊണ്ടും സാമീപ്യങ്ങൾ കൊണ്ടും പ്രോത്സാഹനങ്ങൾ കൊണ്ടും ചാരത്തിരിക്കുന്ന, നമ്മുടെ സാന്നിധ്യം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് മാത്രമേ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ വിദ്യാഭ്യാസത്തെ, അതിൻ്റെ ദർശനത്തെ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അതുകൊണ്ട് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം തീർച്ചയായും വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കേറും എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം മലങ്കര സഭയിൽ ഏത് ആത്മീയ പ്രസ്ഥാനം തളർന്നു പോയാലും സൺഡേ സ്കൂൾ പ്രസ്ഥാനം തളർന്നു പോകില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ അവിടെ വിശ്വാസവും സഭയുടെ പാരമ്പര്യവും ഒക്കെ വളരെ കാര്യക്ഷമമായി ഈ തലമുറയിലേക്ക് എത്തിച്ചില്ല എങ്കിൽ പലപ്പോഴും 19 or 20 വയസ്സായി നമ്മുടെ കുട്ടികൾ ആരാധനയിൽ ജീവിതത്തിൽ താല്പര്യമില്ലാത്തവരായി മാറി നിൽക്കുമ്പോൾ ഈ 17 വർഷക്കാലം അവർ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു, 10ാം ക്ലാസ് വരെ നമ്മോടൊപ്പം പഠിച്ചവരാണ്, നാം പഠിപ്പിച്ചവരാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ 10ാം ക്ലാസ് വരെയുള്ള സമയത്ത് നമുക്ക് എന്തുകൊണ്ട് അവർക്ക് കൂദാശകളെ പറ്റി, ചരിത്രത്തെ പറ്റി, വിശ്വാസത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ പോയി എന്നത് നമ്മുടെ സങ്കട കാരണമാണ്. അത് നമ്മുടെ ഉറക്കമില്ലാത്ത രാവുകളാണ്, നമ്മുടെ കുറ്റബോധത്തിന്റെ സാധ്യതകളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ചിന്തിക്കുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുമായ എല്ലാ പരിഷ്കരണങ്ങളെയും നമ്മൾ സ്വീകരിക്കുമ്പോഴും ഇവിടെ പരിമിതമായ സാഹചര്യത്തിലാണ് നമ്മുടെ പിതാക്കന്മാർ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയത്.
ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, വലിയ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ദർശനങ്ങൾ നാം ആയിരിക്കുമ്പോൾ, നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു കയറുവാൻ ഒരു പാലം സൃഷ്ടിക്കുന്ന, കടന്നു കയറുവാൻ അവരുടെ ഏത് സാഹചര്യത്തിലും വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന, ഈ സഭയെ പരിചയപ്പെടുത്തുവാൻ കഴിയുന്ന സമർപ്പിതരും ഉത്തമരുമായ അധ്യാപകരാണ്. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ട് എന്നോർത്ത് ഞങ്ങളും സന്തോഷിക്കുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് എല്ലാവിധ അനുമോദനങ്ങളും നേരിടുന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നെങ്കിലും ഞങ്ങൾ ത്രിമൂർത്തികളാണെന്ന് നിങ്ങൾക്കറിയാം. മലങ്കര സഭയുടെ എൽമായ ട്രസ്റ്റി റോണി ഒറീസ് എബ്രഹാം ഇന്ന് ഈ വേദിയിൽ നിൽക്കേണ്ടതാണ്. വടക്കൻ പ്രദേശത്ത് സഭയുടെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിച്ച ഗോറപ്പിസ്കോപ്പ അച്ഛന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ റോണി അവിടെയാണ്. അസോസിയേറ്റ് സെക്രട്ടറിയും വളരെ താല്പര്യത്തോടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗങ്ങളിലൊക്കെ അതിന്റെ പ്രോത്സാഹനങ്ങൾ നാം കാണുന്നതാണ്. ശാരീരികമായ ചില അസ്വസ്ഥതകൾ കൊണ്ട് അദ്ദേഹവും ഇവിടെ എത്തുന്നില്ല. ഈ 3 പേരെയും പ്രതികരിച്ചുകൊണ്ട്, സഭാസ്ഥാനികളെല്ലാം പ്രതികരിച്ചുകൊണ്ട് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് എല്ലാ അഭിവാദനങ്ങളും, അതിന്റെ നേതൃത്വത്തിന് എല്ലാവിധ അഭിവാദനങ്ങളും. ഞങ്ങൾക്ക് വലിയ ആത്മാവിശ്വാസമുണ്ട്. സൺഡേ സ്കൂൾ പ്രസ്ഥാനം കരുത്തുറ്റ കരങ്ങളിലാണ്. തീർച്ചയായിട്ടും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഈ കരുത്തുറ്റ നേതൃത്വം സഭാ നേതൃത്വമായി പരിണമിക്കുന്ന നല്ല കാലങ്ങളാണ് ഞങ്ങളുടെ ചിന്തയിലും സ്വപ്നങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. തീർച്ചയായും എല്ലാവിധ അനുമോദനങ്ങളും എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ സമ്മേളനം പരിശുദ്ധ ഭാവാതിരുമേനിക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ